ഹായ്. പല വിദ്യാർത്ഥികളും പരീക്ഷാ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പേടിയല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എക്സാം ഫിയർ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാമെന്ന് ഒരു 5 പൊടിക്കൈകളിലൂടെ നോക്കാം. ഈ 5 ടെക്നിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനെ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടോ അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ ഈ ഒരു സ്റ്റഡി ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര സമയം ഓരോ വിഷയം പഠിക്കാൻ സാധിക്കുമെന്ന് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഡേയ്സ് വെച്ചിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ആദ്യം സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. ഈ ഓരോ സ്റ്റഡി ടൈം ടേബിളും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഞാൻ ഇത് കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നത്, ഇതുവഴി ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നല്ല രീതിയിൽ ഒന്ന് എൻഷുറും കൂടി ചെയ്യുക. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റെഗുലർ ഇൻ്റർവെൽസിൽ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ നോക്കിയതാണെന്ന് വെച്ചിട്ട് പിന്നെ അതവിടെ ഇട്ട് കളയരുത്. ഇടയ്ക്കിടയ്ക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ബ്രെയിനിന് അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഓരോ സബ്ജക്റ്റും റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു സബ്ജക്റ്റിന് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നിങ്ങൾക്ക് മൊത്തം എത്ര സബ്ജക്ട്സ് പഠിക്കാനുണ്ടോ ആ എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഡിഫിക്കൾട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഈസി ആയിട്ടുള്ള യൂണിറ്റുകൾ ഏതാണെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ലോങ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും പേടിയൊക്കെ മറന്നോളൂ, നല്ല രീതിയിൽ പഠിച്ചോളൂ. വിജയം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി എക്സാം പേടിയില്ലല്ലോ. താങ്ക് യു.